ഹേ ബ്യൂട്ടിഫുൾ സോൾസ്, നമ്മൾ ഇന്ന് തലശ്ശേരിയിൽ നിന്ന് നേരെ പോകുന്നത് തിരുനെല്ലിക്കടുത്തുള്ള വനതീരം എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആഗം ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തലശ്ശേരിയിൽ നിന്നും യാത്ര തുടങ്ങുമ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. നെടുമ്പോയിൽ ചുരം കയറിയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചുരം കയറി തുടങ്ങി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചുരമാണ് കേട്ടോ ഈ നെടുമ്പോയിൽ ചുരം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ചുരം കയറി പോകുന്നതിനിടയിലാണ് നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ടത്. ഇലപ്പീടിക എന്ന് പേരുള്ള ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വണ്ടിയൊക്കെ സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ ആ ഒരു സ്ഥലമൊക്കെ കുറച്ചു നേരം കണ്ടു നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി വെള്ളമൊക്കെ വാങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര തുടർന്നത്. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെടുമ്പോയിൽ ചുരത്തിലൂടെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ എത്താൻ വേണ്ടി പോകുന്നത് പേരിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് മാനന്തവാടി എത്തണം. അവിടെ നിന്നാണ് നമുക്ക് വീണ്ടും തിരുനെല്ലിയിലേക്കുള്ള ആ ഒരു ഡൈവേർഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ചുരത്തിന്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം കേട്ടോ. ഏകദേശം 6 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ മാനന്തവാടി ടൗണൊക്കെ പിന്നിട്ട് തിരുനെല്ലിയിലേക്കുള്ള വഴിയിലൂടെ യാത്ര തുടങ്ങി. നല്ല ശാന്തമായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. ചെറിയ തണുപ്പൊക്കെ വീണു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ ആ ഒരു കാടിന് നടുവിലൂടെയുള്ള ഒരു യാത്രയാണിത്. ഏകദേശം 40 മിനിറ്റോളം നമ്മൾ യാത്ര ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ ഓവർ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചു കാലം പ്രവാസിയായി ഇരുന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ ആവാല്ലേ. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ ശരിക്കും ഒരു കാടിന്റെ നടുവിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇലകളൊക്കെ കൊഴിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം വേനലിന്റെ ആധിക്യം നന്നായിട്ട് ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പഴയ വയനാടിന്റെ തണുപ്പും ആ ഒരു കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ പോലും എന്നിരുന്നാലും നല്ല ഒരു ചെറിയ തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തിരുനെല്ലിയിലേക്ക് ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഈ റൂട്ടിലൂടെയുള്ള യാത്രയുടെ ആ ഒരു ഭംഗി എന്താന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ കാടിന് നടുവിലൂടെയുള്ള ഈ ഒരു യാത്രയുടെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഗൂഗിൾ ചേച്ചിനോട് വഴിയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്
റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു ഓഫ് റോഡ് റൈഡ് പോകണം എന്നുള്ളത്. എല്ലാ വണ്ടികളും ഇറങ്ങിപ്പോകുന്ന ഒരു വഴി തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളും വാഹനം ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളിപ്പോൾ ചെറിയ രീതിയിലുള്ള കട്ടിങ്സ് ഒക്കെ ഉള്ളൂ, പക്ഷെ നമ്മുടെ വണ്ടി ഈസി ആയിട്ട് ഇറങ്ങി പോയിട്ടോ. ഇനി ആ ഒരു വയലിന്റെ നടുവിലൂടെ റൈഡ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയ ആ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6:30 സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ട് ഒരു 3.5 മണിക്കൂർ എടുത്തിട്ടാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മൾ പതിയെ ആ ഒരു റിസോർട്ടിലേക്ക് എത്തിയിട്ടോ. നമുക്കിനി എന്തായാലും റിസോർട്ടിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമുക്ക് വിശേഷങ്ങൾ പറയാം. പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലാണ് ഈ വനതീരം റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ട്രീ ഹൗസ് ആയിരുന്നു. ചെക്കിനൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് ചെന്നു. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. റൂം സ്പേഷ്യസ് ആയിരുന്നു എന്ന് മാത്രമല്ല, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ധാരാളം ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കർട്ടൻ ഇട്ട് മറച്ചിട്ടുള്ള ഭാഗത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബാത്റൂം ഫെസിലിറ്റി ആണെങ്കിലും തരക്കേടില്ലാത്ത ഒരു സെറ്റപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്ന് സെറ്റിലായി പുറത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയാ, ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കാണ്, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഭക്ഷണം പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും നല്ല ചൂട് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമുക്കൊന്ന് ഉറങ്ങണം. നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ കുറേ കാഴ്ചകൾ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഹലോ ഗൈസ്, ആ കാണുന്നിടത്താണ് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി താമസിച്ചത്. രാവിലെ നല്ലൊരു മഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രോപ്പർട്ടിയുടെ മുന്നിൽ നിറയെ ഇങ്ങനെ നല്ല പാടങ്ങളാണ് കേട്ടോ. അവിടെ നിന്നുള്ള ആ കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ ഒരു ഗ്രാമീണതയുടെ ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. ചുറ്റും ഇങ്ങനെ ഗ്രീനറി മാത്രം. അപ്പൊ അത് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു കുളിർമ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കണിക്കൊന്നൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ട് തിരുനെല്ലിക്ക് പോകുന്ന വഴിക്ക് ബേഗൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടിയോട് ചേർന്നാണ് കാളിന്തി നദി ഒഴുകുന്നത് കേട്ടോ. അപ്പൊ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഈ റിസോർട്ടിന്റെ യാർഡിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വ്യൂ ആസ്വദിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ ഒരു മുകളിൽ ട്രീ ഹൗസിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ. ഇനി നമുക്ക് എന്തായാലും റിസോർട്ട് ഒന്ന് നടന്നു കാണാം കേട്ടോ. ഇന്നലെ രാത്രി വന്നുകൊണ്ട് തന്നെ ഇതിന്റെ എൻട്രൻസ് ഒന്നും പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്ത് അവിടെയാണ് നമ്മളുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കോട്ടേജ് പോലെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോട്ടേജസ് എടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള കെയർടേക്കറുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു ഡിസംബർ മന്തിലൊക്കെ വരികയാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും, നല്ല മഞ്ഞായിരിക്കും, കുറച്ചുകൂടി എന്താ പറയുക ആ ഒരു ഗ്രീനറി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കാളിന്തി നദി വരെ ഒന്ന് പോയിട്ട് കണ്ടുവരാമെന്ന് തീരുമാനിച്ചു. ഇവിടെ നിന്ന് വളരെ അടുത്താണ് കേട്ടോ. നമുക്ക് ഈ ഒരു വയലിന്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ വയൽ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്തെ എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് കേട്ടോ ഓർമ്മ വന്നത്. പണ്ട് ഒരു വയൽ കടന്നിട്ട് വേണമായിരുന്നു എനിക്ക് എൻ്റെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ വയൽ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നതും ഓടുന്നതും ഒക്കെ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നു. നമ്മൾ ലീഡ് ചെയ്യുന്നത് പ്രസാദ് ആണ് കേട്ടോ. പ്രസാദ് ആക്ച്വലി ഗൂഡല്ലൂരുകാരനാണ്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ കെയർടേക്കർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ആക്ച്വലി അദ്ദേഹം ഒരു ഷെഫാണ് കേട്ടോ. ഷെഫ് പിള്ളയുടെ കൂടെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗൈഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ കാളിന്തിയിലേക്ക് പോകുന്നത്. കാരണം എന്താ പറയുക, ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ കൂടെ ഇല്ലെങ്കിൽ
ചെറിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കാളിന്തി പുഴയുടെ അടുത്തേക്ക് എത്തിയിട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ്. ആ പാറക്കെട്ടുകളൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാം. വലിയ ഒഴുക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ അതിന്റെ ചുറ്റും നിൽക്കുന്ന ആ മരങ്ങളൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു ഭയങ്കര ഒരു തണുപ്പാണ് കേട്ടോ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കാളിന്തി നദിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമുക്ക് കേട്ടോ. അങ്ങനെ ഒരു 12 മണിയോട് കൂടിയിട്ട് നമ്മൾ വനതീരം റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് അനിൽ ലിവി സൈനിങ് ഓഫ്. ബൈ ബൈ.